ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടോണിക് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മുടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ അധികം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ എണ്ണ ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറ്റാനും പിന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനൊക്കെ ഈ എണ്ണ ഉപകരിക്കും. എണ്ണ തേക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഫുഡും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് ആവശ്യമാണ് പ്രോട്ടീൻ. അപ്പോൾ ഈ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ 3 ഇലകൾ തുളസി, പനിക്കൂർക്ക, വെറ്റില, ഈ 3 ഇലകൾ കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ ഇങ്ങനെയുള്ള ഇതിനൊക്കെ വളരെ നല്ലതാണിത്. അതുപോലെ നമ്മൾ ഈ എണ്ണ തേക്കുമ്പം ചിലർക്ക് ജലദോഷം, തലവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനും ഈ ഇല നല്ലതാണ്. അതുകൊണ്ടാണ് ഈ 3 ഇലകളും ഞാൻ ചേർക്കുന്നത്. ഇനി ചെമ്പരത്തി ഇല എന്ന് പറയുന്നത് മുടിക്ക് നല്ല കണ്ടീഷണറാണ്. അതായത് മുടിയെ നല്ല സോഫ്റ്റ് ആക്കാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഒക്കെ ചെമ്പരത്തിയുടെ ഇല ഒരുപാട് നല്ലതാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ചെമ്പരത്തിയുടെ ഇല താളി ഉണ്ടാക്കിയില്ലേ തലയിൽ തേച്ചുകൊണ്ടിരുന്നത്. അപ്പം ചെമ്പരത്തിയുടെ ഇലയോ പൂവോ ഒക്കെ എടുക്കാം. എൻ്റെ കയ്യിൽ പൂവില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ഇല മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ചെമ്പരത്തിയുടെ പൂവും കൂടെ എടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ്. ഒരു 10-15 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വൈറ്റമിൻ സി ധാരാളം ഉള്ളതിനാൽ നമ്മുടെ അകാലനര തടയാനൊക്കെ നല്ലതാണ്. പിന്നെ മുടിയുടെ വേരുകൾക്ക് നല്ല ആരോഗ്യം നൽകാനായിട്ട് നല്ലതാണ്. ഇനി എടുത്തിരിക്കുന്നത് കറിവേപ്പിലയും ഉള്ളിയാണ്. ഉള്ളിയും ചെറിയ ഉള്ളിയും ഒരു സവോളയും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള തന്നെയായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഉള്ളി തന്നെയായിട്ടും എടുക്കാം. ഈ ഉള്ളിക്കകത്തുള്ളത് സൾഫറാണ്. നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം വരില്ലേ ഉള്ളി എടുക്കുമ്പോൾ, അത് ഈ സൾഫർ എന്ന് പറയുന്ന മുടിക്ക് ഒരുപാട് നല്ലതാണ്. പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ നിർത്താനും പുതിയ മുടി ഉണ്ടാകാനും മുടിക്ക് നല്ല കനം വെപ്പിക്കാനും ഒക്കെ നല്ലതാണ്. ഇനി എടുത്തിരിക്കുന്നത് ഉലുവയും കരിഞ്ജീരകമാണ്. ഈ ഉലുവയും കരിഞ്ജീരകം ഉണ്ടല്ലോ മുടിയുടെ വേരുകളെ ബലപ്പെടുത്താൻ നല്ലതാണ്. അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും മുടിയുടെ വോളിയം കൂട്ടാനും നല്ലതാണ്. ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഞാൻ 3/4 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. 3/4 മുതൽ 1 ലിറ്റർ വരെ നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ എടുക്കുന്ന ഇലകളും എല്ലാം ഉണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് ഉണക്കിയെടുക്കണം. ഉണക്കിയെന്ന് വെച്ചാൽ ഒരു ടവൽ വെച്ച് തുടച്ചെടുക്കണം. വെയിലത്ത് വെച്ച് ഉണക്കുന്ന കാര്യമല്ല. അതുപോലെ ഉണക്കിയെടുത്തിട്ട് നമ്മളിത് അരച്ചെടുക്കാവുള്ളൂ. ഇനി ഇത് മിക്സിയുടെ ജാറായാലും വെള്ളമയം ഉണ്ടാവരുത്. അപ്പം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം. ഒന്നിച്ചരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് അരച്ചെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഉള്ളിയും നെല്ലിക്കയും കൂടെയാണ് അരച്ചെടുക്കുന്നത്. നെല്ലിക്ക ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ കുരുവേന്ന് ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇത്രയും ചേരുവകളൊക്കെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കുന്ന എണ്ണ ആയതുകൊണ്ടാണ് ഇത് നമ്മുടെ മുടിക്ക് നല്ല സൂപ്പർ ടോണിക്കാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ നെല്ലിക്ക എല്ലാം കൂടെ ഞാനൊന്ന് അരിഞ്ഞിടുന്നുണ്ട് ഇതിലേക്ക്. ഇപ്പോൾ നെല്ലിക്ക മുഴുവനായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആദ്യമേ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് അരയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട്. അല്ലാതെ ഇതിനകത്തേക്ക് പച്ചവെള്ളം ചേർത്തിട്ട് ഒരിക്കലും അരയ്ക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നെല്ലിക്ക മുഴുവനായിട്ട് അരിഞ്ഞിട്ടില്ല. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ എനിക്ക് സൈനസൈറ്റിസ് ഉള്ളതുകൊണ്ട് ഉലുവ അധികം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജലദോഷം പിടിക്കും. അങ്ങനെ എന്തെങ്കിലും വിഷമമുള്ളവർ ഉലുവ അധികം ചേർക്കരുത്. കരിഞ്ജീരകം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് അരയ്ക്കാം. ഉലുവ തണുപ്പ് തരുന്ന സാധനമാണ്. അപ്പം ഉലുവ സൈനസ് പോലെയുള്ളവർക്ക് ഉലുവ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ തലയ്ക്ക് തണുപ്പ് കൂടുതൽ ഇതാവും. അത് പെട്ടെന്ന് ജലദോഷത്തിലേക്കൊക്കെ വരും. അതുകൊണ്ടാണ് ഉലുവ അധികം ചേർക്കണ്ടെന്ന് പറഞ്ഞത് സൈനസ് ഉള്ളവർക്ക്. ഇനിയിപ്പോൾ അങ്ങനെ തണുപ്പ് ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തവർക്ക് ഉലുവ ചേർക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് അരയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേശ്ശെ വെളിച്ചെണ്ണ ചേർത്ത് അരച്ചെടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിക്കകത്താണ് എണ്ണ മുറുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ എടുത്തോ, അതായിരിക്കും നല്ലത്. ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ മതി. അലുമിനിയം പാത്രമോ സ്റ്റീലിൻ്റെ പാത്രമോ എന്തെങ്കിലും മതി. അടിക്ക് പിടിക്കാതിരിക്കണം, അതിനു വേണ്ടിയാണ് അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് സമയം കൂടുതലെടുക്കും, എന്നാലും ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം എണ്ണ മുറുക്കാനായിട്ട്. ഞാനിവിടെ 3/4 ലിറ്റർ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുമ്പം 1 ലിറ്റർ എണ്ണ വരെ എടുക്കാം. പാത്രം കുറച്ചും കൂടെ വലുതാവണം എന്നുള്ളൂ.
ഇതിനി എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും തിളച്ചിട്ട് പതിയെ തെറിക്കാൻ തുടങ്ങും, അതായത് വെളിയിലേക്ക് പൊട്ടിത്തെറിക്കും. വെള്ളമയം ഉണ്ടല്ലോ അതിനകത്ത്, എന്തായാലും നമ്മൾ അരച്ചെടുത്ത ഇലകൾക്കകത്തൊക്കെ ഉള്ള വെള്ളമയം ഇത് പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ചു വയ്ക്കുന്നത് വെച്ചാൽ പൂർണ്ണമായിട്ടും അടച്ചു വയ്ക്കില്ല, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടയ്ക്കുന്നത്. അപ്പം ഒരുപാട് വെളിയിലേക്ക് തെറിക്കില്ല. വെള്ളമയം കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ പൊട്ടിത്തെറിക്കൽ നിൽക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോഴേക്കും ഇലയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി. ആദ്യമായിട്ട് എണ്ണ മുറുക്കുന്നവരാണെങ്കിൽ അത് മൂത്തോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ പത വരുവേ, ആ പത വരുന്നത് നോക്കിയാൽ മതി. അതുപോലെ ഇത് പൊട്ടിത്തെറിക്കുന്നത് നിന്ന് കഴിഞ്ഞാൽ അതിനകത്തെ വെള്ളത്തിൻ്റെ അംശം എല്ലാം തീർന്നു എന്നർത്ഥം. അറിയാൻ വയ്യാതെ പെട്ടെന്ന് ഇതിങ്ങനെ ഈ ഒരു കളറിൽ കാണുമ്പോഴത്തേക്കും നിർത്തിയിട്ട് എണ്ണ മൂത്തു എന്ന് വിചാരിക്കരുത്. എണ്ണയുടെ മൂപ്പ് കൂടിപ്പോയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അധികം ഇരിക്കില്ല, എണ്ണ പെട്ടെന്ന് കനച്ചു പോകും. ഇപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? സൈഡിൽ പത വരുന്നത് കാണുന്നുണ്ടോ? ഇപ്പോൾ എണ്ണ മൂത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നമ്മൾ അതിൻ്റെ കക്കനുണ്ടല്ലോ, കയ്യിലെടുത്തേച്ചൊന്ന് തിരുമ്മി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് മൂത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അത്. ഇനി ഒരുപാട് സമയം ഇട്ടേക്കരുത്, കരിഞ്ഞു പോകും. കക്കൻ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പോൾ രാത്രി സമയമാണ്. അപ്പം ഈ രാത്രി മുഴുവൻ ഞാൻ ഇത് ഈ ചീനച്ചട്ടിയിൽ തന്നെ വെച്ചിരിക്കും. കാരണം അയണിൻ്റെ ചീനച്ചട്ടിയല്ലേ ഇത്. ഇപ്പം രാവിലെ ഇനി ഇത് ഞാൻ എടുക്കുകയുള്ളൂ. അപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല തണുത്ത് നല്ല വറ്റിയിരിപ്പുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണയുണ്ടെന്നേ തോന്നില്ല. പക്ഷെ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ കാണാം അതിനകത്ത് എന്തുമാത്രം എണ്ണയുണ്ടെന്ന്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കുന്നത് നല്ലതാണെന്ന് പറയുന്നതുണ്ടല്ലോ. നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു കറുപ്പ് നിറം ഉണ്ടല്ലോ, ആ കറുപ്പ് നിറം നൽകാനും പിന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഇരുമ്പ് സത്ത് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ടാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ചേക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ കുറേശ്ശെ എണ്ണ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനി ഒന്ന് അരിച്ചെടുക്കാവേ. അപ്പോൾ ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മൽമലിൻ്റെ തുണി ഇട്ട് കൊടുക്കുക. അധികം കനമില്ലാത്ത തുണി ഇട്ട് കൊടുക്കണം, എങ്കിലേ പിഴിയുമ്പോൾ എണ്ണ മുഴുവനായിട്ട് അങ്ങ് പോരുള്ളൂ. ഇനി ഇതിലേക്ക് ആ കക്കനിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനത് മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്ര എണ്ണയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് നോക്കാം. നമ്മൾ എടുത്ത എണ്ണ എത്ര ഉണ്ടോ അതോ അതിൽ കുറവാണോ എന്ന് നോക്കാം. ഇപ്പം എന്ത് ചെയ്യാം, 1 ലിറ്ററിൻ്റെ ബോട്ടിലിനകത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ മുകളിലുണ്ട് എണ്ണ. ഇപ്പോൾ 3/4 ലിറ്റർ ഇല്ല, 1/2 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് എണ്ണ. ഈ ഒരു എണ്ണ ഉണ്ടല്ലോ, ആഴ്ചയിൽ ഒരു 2-3 തവണ നല്ലപോലെ തലയിലൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ, അതിൽ മുടിയേൽ തേക്കുന്ന കൊണ്ടല്ല ഗുണം കിട്ടുന്നത്, തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം. അതായത് നമ്മുടെ കൈയുടെ ടിപ്പ് വെച്ചിട്ട് ഇതേപോലെ അല്പം എണ്ണ എടുത്താൽ മതി, ഒരുപാട് എണ്ണ ആവശ്യമില്ല. അല്പം എണ്ണ എടുത്തിട്ട് കൈയുടെ ടിപ്പിലൊന്ന് തൊട്ടിട്ട് ഇതുപോലെ തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല ജെൻ്റ്ലി ആയിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു ഇട്ട് തല കഴുകിയിട്ട് കുളിക്കാം. ആഴ്ചയിൽ ഒരു 2-3 തവണ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. മുടി കൊഴിച്ചിലിനൊക്കെ വ്യത്യാസം വരും. തലയിൽ താരനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല വ്യത്യാസം വരുമേ. അതേപോലെ ഈ എണ്ണ കാച്ചുന്ന സമയത്തുണ്ടല്ലോ, ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. മുടിക്ക് ഉള്ളുണ്ടാകാനായിട്ട് ഒരുപാട് നല്ലതാണ്. അതുപോലെ തലയിൽ താരനുള്ളവർ ഉണ്ടല്ലോ, പച്ച ഉള്ളി ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് തലയിൽ ഇടയ്ക്കിടയ്ക്ക് തൂത്ത് കൊടുത്താൽ ഒത്തിരി വ്യത്യാസം വരും. താരനുണ്ടാവില്ല ശരിക്കും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും കുറയും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇലകളൊക്കെയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇതിനകത്ത് കയ്യന്യം മിക്സ് ചെയ്യാം, മൈലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാം. അങ്ങനെ വീട്ടിലുള്ള ഇലകളൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. വീട്ടിലുള്ള ഇലകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാകം തെറ്റിപ്പോകാതിരുന്നാൽ മതി ഉണ്ടാക്കുമ്പോൾ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്